2017 ഓസ്പെബ് സ്റ്റാർട്ട് ചെയ്ത് കുറച്ചു കാലം കഴിഞ്ഞിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നതൊന്നല്ല യഥാർത്ഥത്തിൽ ബിസിനസ് എന്നുള്ളത്. ബിസിനസ്സിൽ സിസ്റ്റംസ് ബിൽഡ് ചെയ്യണം, അതിനെ ഒപ്റ്റിമൈസ് ചെയ്യണം, അതിനെ ടെക് ഡ്രിവൺ ആക്കണം എന്നൊക്കെ മനസ്സിലാക്കി അതിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ശരിക്കും ഇപ്പോൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യം ഞങ്ങൾ ചെയ്തത്. മെയിൻലി 3 മാർഗ്ഗങ്ങളിലൂടെ ഒരാൾക്ക് ഏൺ ചെയ്യാൻ പറ്റും. അതിൽ ആദ്യത്തതും ഏറ്റവും കൂടുതൽ ആളുകൾ ചൂസ് ചെയ്യുന്നതും ജോബ് എന്നുള്ളൊരു കേസാണ്. ജോലി ചെയ്യുക, അതായത് നമ്മളൊരു സ്ഥാപനത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വേറെ വ്യക്തിക്ക് വേണ്ടിയിട്ടോ നമ്മൾ ജോബ് ചെയ്യുക. നമ്മളെ സ്കില്ലോ അല്ലെങ്കിൽ നമ്മളെ സമയമോ സാലറിക്ക് ബദലായിട്ട് നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ് ശരിക്ക് ജോബ് എന്നുള്ളതിന് സിമ്പിളായിട്ട് പറയാൻ പറ്റുക. ജോബിൻ്റെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിസ്ക് വളരെ കുറവ് എന്നുള്ളതാണ്. നമ്മൾ കൂടുതൽ കാര്യങ്ങളൊന്നും നോക്കണ്ട, നമുക്ക് തന്ന റെസ്പോൺസിബിലിറ്റി, നമ്മുടെ ടാസ്ക് എന്താണോ അത് കറക്റ്റായിട്ട് ചെയ്താൽ മാത്രം മതി. എല്ലാ മാസവും ഒരു ഫിക്സഡ് ആയിട്ടുള്ള സാലറി നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. റിസ്ക് വളരെ കുറവാന്നുള്ളതാണ്. നമ്മുടെ നാട്ടിലിപ്പം ടീച്ചേഴ്സ്, അതുപോലെ ഗവൺമെൻറ് എംപ്ലോയീസ് ഒരുപാടുണ്ട്, പിന്നെ അതല്ലാതെ സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ, ഇതൊക്കെ ചെയ്യുന്നത് ജോലി എന്നുള്ളൊരു കാര്യമാണ്. അത്യാവശ്യം നല്ലൊരു സ്ഥാപനത്തിൽ ജോബ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് ആള് ഓൾമോസ്റ്റ് സെക്യൂർഡ് ആണ്. എല്ലാ മാസവും സാലറി കിട്ടും. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും പെൻഷനോ കാര്യങ്ങളോ, ഇപ്പോൾ ഗവൺമെൻറ് എംപ്ലോയീസിനെ പറ്റിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് പെൻഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അധികം റിസ്ക് ഒന്നും എടുക്കാൻ താല്പര്യമില്ലാത്ത കൂളായിട്ട് ഇങ്ങനെ പോകണം എന്നുള്ള ആളുകൾക്ക് ഏറ്റവും നല്ലത് ജോബ് ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. സാധാരണ ഇൻസ്റ്റാഗ്രാം വീഡിയോസിലൊക്കെ കാണുന്നൊരു സംഭവമാണ് 9 to 5 ജോബ് ചെയ്തിട്ട് ഇതുവരെ ആരും ഇവിടെ എത്തിയിട്ടില്ല, ഒന്നും ഉണ്ടാക്കിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞുള്ള സംഭവം. ശരിക്കും അങ്ങനെയല്ല. നല്ല രീതിയിൽ കമ്മിറ്റഡ് ആയിട്ട് നല്ല സ്കില്ലുള്ള ഒരാളെ സംബന്ധിച്ച് എത്രയും ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ് ജോബും. ഇപ്പോൾ ഗൂഗിളിൻ്റെ CEO 7 കോടി രൂപ മാസം ശമ്പളം വാങ്ങുന്നതൊക്കെ ജോബ് ചെയ്തിട്ട് തന്നെയാണ്. നല്ല രീതിയിൽ കമ്മിറ്റഡ് ആയിട്ട് നല്ല സ്കിൽഡ് ആയിട്ടുള്ള ജോബ് ചെയ്യുന്ന ആളുകൾ എന്നുള്ളത് ഏതൊരു ബിസിനസ്സിൻ്റെയും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ്. രണ്ടാമത്തെ ഒരു മാർഗ്ഗമാണ് സെൽഫ് എംപ്ലോയ്മെൻറ്റ് എന്നുള്ളത്. ഇവിടെ ജോബിനെ പറ്റി പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മുടെ സ്ഥാപനത്തിനോ അല്ലെങ്കിൽ ഒരു വ്യക്തിക്കോ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഗവൺമെൻറ്റിനോ വേണ്ടിയിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് സാലറി കിട്ടും, ഒരാൾ നമുക്ക് സാലറി തരും എന്നുള്ളതാണ് അവിടെ പറഞ്ഞത്. ഇവിടെ നമ്മൾ തന്നെ സ്വയം വർക്ക് ചെയ്തിട്ട് നമ്മൾ ഏൺ ചെയ്യുക എന്നുള്ളതാണ് സെൽഫ് എംപ്ലോയ്മെൻറ്റിൽ ഉള്ളത്. ഫോർ എക്സാമ്പിൾ ഫ്രീലാൻസ് ആയിട്ട് ചെയ്യുന്ന വർക്കുകൾ, ഫ്രീലാൻസ് ആയിട്ട് ഫോട്ടോഗ്രാഫി ചെയ്യുന്ന ആളുകളുണ്ട്. അവർ തന്നെ അവരെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നല്ല ഫോട്ടോസ് എടുക്കും, നേരെ അത് വെച്ചിട്ട് ഏൺ ചെയ്യും. അതുപോലെ നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് കൽപ്പണിക്കാർ, സിമെൻറ്റ് പണിക്കാർ, നമ്മൾ കൂലിപ്പണി എന്നൊക്കെ പറയുന്ന ഇതൊക്കെ ഒരു സെൽഫ് എംപ്ലോയ്മെൻ്റ് ആണ്. നമ്മൾ ഇന്ന് പോയി പണിയെടുത്ത് അതിൻ്റെ എമൗണ്ട് ഇന്ന് തന്നെ കിട്ടും. പിന്നെ ഓട്ടോ ഓടിക്കുന്ന ആളുകൾ, പലചരക്ക് ബിസിനസ്സുകാർ. ഇപ്പോൾ പലചരക്ക് ബിസിനസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ഒരു ബിസിനസ് തന്നെ വിളിക്കുന്നുണ്ടെങ്കിലും നമ്മളവിടെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യണം, നമ്മൾ തന്നെ അവിടെ സെയിൽ ചെയ്യണം, വരുന്ന ആളുകൾക്ക് പ്രൊഡക്റ്റ് എടുത്ത് കൊടുക്കണം. ചിലപ്പോൾ നമ്മൾ സഹായത്തിന് ഒരു 1-2 ആളുകളൊക്കെ വെക്കുന്നുണ്ടാവും. എന്നാൽ കൂടി അതൊരു സെൽഫ് എംപ്ലോയ്മെൻ്റ് ആണ്. ബിസിനസ് എന്നുള്ളതിന് അതിനെ പറയാൻ പറ്റില്ല. ജോബിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ സെൽഫ് എംപ്ലോയി ആയിട്ടുള്ള ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ചും കൂടി ഒരു ഫ്രീഡം ഉണ്ടാവും, കുറച്ചും കൂടി ഫ്ലെക്സിബിൾ ആണ്, കുറച്ചും കൂടി കൺട്രോൾ കിട്ടും. ഇപ്പോൾ ഞാൻ ഈ കാര്യം ചെയ്യണോ വേണ്ടെന്നൊക്കെ അയാൾക്ക് തന്നെ തീരുമാനിക്കാൻ പറ്റും. ഒരു ഹയർ അതോറിറ്റി ആയിട്ട് ആരും ഉണ്ടാവില്ല. അപ്പോൾ എനിക്ക് ഇന്നിപ്പോൾ പണിക്ക് പോകണ്ട, അല്ലെങ്കിൽ ആ വർക്ക് ഇന്ന് എനിക്ക് എടുക്കാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ ഇന്ന് ഞാൻ ഷോപ്പ് തുറക്കുന്നില്ല എന്നൊക്കെ നമുക്കങ്ങനെ തീരുമാനിക്കാൻ പറ്റും. നമുക്കങ്ങനെ ഒരാൾ നമ്മളങ്ങനെ അടക്കി ഭരിക്കാനൊന്നും ഉണ്ടാവില്ല. പക്ഷേ രണ്ടിലുള്ളൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വർക്ക് ചെയ്തില്ലെങ്കിൽ നമുക്ക് വേറൊരു വരുമാനമോ കാര്യങ്ങളോ ഒന്നും വരില്ല എന്നുള്ളതാണ്. നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ആ ഒരു ഇൻകം സോഴ്സും അവിടെ നിൽക്കും എന്നുള്ളതാണ് രണ്ടിൻ്റെയും, ജോബ് ആണെന്നുണ്ടെങ്കിലും സെൽഫ് എംപ്ലോയ്മെൻ്റ് ആണെന്നുണ്ടെങ്കിലും ഉള്ളൊരു പ്രശ്നം. നമ്മൾ ചെയ്തുകൊണ്ടിരുന്നതും ഒരു സമയം വരെ ഇതായിരുന്നു, സെൽഫ് എംപ്ലോയ്മെൻ്റ് എന്നുള്ള ആ ഒരു കാറ്റഗറിയിലായിരുന്നു നമ്മൾ ചെയ്തിരുന്ന കാര്യങ്ങളും. നമ്മളതിനെ ബിസിനസ് എന്നാണ് വിളിച്ചിരുന്നത്. പല ബിസിനസ്സുകളും ബിസിനസ് എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്ന കാര്യം ഈ സെൽഫ് എംപ്ലോയി ആയിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാവും. അപ്പോൾ അതിൽ അവർ ചെയ്യുന്ന കാര്യങ്ങൾ അവരെല്ലാ കാര്യങ്ങളും ചെയ്യണം. ഇൻ കേസ് അവരെന്തെങ്കിലും കാര്യം ചെയ്യാതെ നിന്ന് കഴിഞ്ഞാൽ ആ ബിസിനസ്സിൻ്റെ ഫുൾ കാര്യങ്ങൾ അവിടെ അവതാളത്തിലാവുന്നൊരു കേസാണ് ഉണ്ടാവുക. ചിലപ്പം കൂടെ വേറെ 1-2 സ്റ്റാഫും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടെ ഈ ബിസിനസ് ഓണർ അതിൽ നോക്കാതെ നിന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മാറി നിന്ന് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും അവിടെ താളം തെറ്റുന്നൊരവസ്ഥ ഉണ്ടാവാറുണ്ട്. അപ്പം അതിനെ സെൽഫ് എംപ്ലോയ്മെൻ്റ് എന്നുള്ള ലെവലിൽ നിന്ന് മാറിയിട്ടില്ല എന്നുള്ളത് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ മൂന്നാമത്തെ ഒരു സ്റ്റേജ് ഉണ്ട്, അതാണ് ബിസിനസ്. ബിസിനസ് ആകുമ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞ 2 കാര്യങ്ങളിൽ നിന്നും മാറിയിട്ട് ഒരുപാട് പ്രോസസ്സുകളും സിസ്റ്റംസും ആളുകളും ഒക്കെ ഉള്ള ഒരു സെറ്റപ്പാണ് ബിസിനസ് എന്ന് വേണമെങ്കിൽ പറയാം. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ ആ ഒരു പലചരക്ക് കടക്കാരൻ്റെ എക്സാമ്പിൾ തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ആ പലചരക്ക് കടയിൽ ബിസിനസ് ഓണർ ഉണ്ട്, ഓണറായിട്ടുള്ള ഒരാളുണ്ട്, ഒരു 3-4 സ്റ്റാഫ് ഉണ്ടെന്ന് കരുതാം. ബില്ലിങ്ങിലൊരു സ്റ്റാഫ് ഉണ്ട്, അതുപോലെ സാധനങ്ങൾ എടുത്തു കൊടുക്കാനൊക്കെ ഒരു സ്റ്റാഫ് ഉണ്ട്, അതുപോലെ വേറെ ഡെലിവറി കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു സ്റ്റാഫും ഉണ്ട്, ഈ ബിസിനസ് ഓണറും ഉണ്ട്. എല്ലാ കാര്യങ്ങളും ഓണറാണ് തീരുമാനിക്കുന്നത്. ഒരാൾ വന്നു കഴിഞ്ഞാൽ ഇതിനെത്ര വില എന്ന് ചോദിക്കും, അല്ലെങ്കിൽ ബില്ല് കണക്ക് കൂട്ടുന്നത് ഈ ഓണറാവും. അക്കൗണ്ടൻറ്റ് ചിലപ്പോൾ ക്യാഷ് വാങ്ങുന്നുണ്ടാവും, അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടാവും.
അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പിന്നെ ഈ ബിസിനസ് ഓണർ ഒരു സെൽഫ് എംപ്ലോയി ആയിട്ട് നിന്നിരുന്ന ഒരു ബിസിനസ്സാണ് എന്നുള്ള ലെവലിൽ നമുക്ക് കൺസിഡർ ചെയ്യാം. ഇതിനെ ബിസിനസ്സായിട്ട് നമുക്ക് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഈ ബിസിനസ് ഓണർ അങ്ങോട്ടൊരു മാസം പോവാത്തൊരു സിറ്റുവേഷൻ ആയിക്കഴിഞ്ഞാൽ അവിടുത്തെ കാര്യങ്ങളൊക്കെ താളം തെറ്റും. അതിനെ ഓവർകം ചെയ്യാൻ ഈ ബിസിനസ് ഓണർ ഒരു കാര്യം കൊണ്ടുവരാണ്. അതായത് ഈ ബിസിനസ് ഓണർ ഈ എല്ലാ സ്റ്റാഫിനും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇന്നയും കാര്യങ്ങൾ ചെയ്യണം. നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്ക് അരി ഇത്ര കിലോ ആയി കുറഞ്ഞു കഴിഞ്ഞാൽ ഒരു 30 കിലോ ഇനി നമ്മളെ കയ്യിലുള്ളൂ എന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ വിളിച്ചിട്ട് സപ്ലയർക്ക് ഓർഡർ കൊടുക്കണം. പെട്ടെന്ന് തന്നെ അവരോടൊരു 10 ചാക്ക് അരി ഇറക്കാൻ പറയണം. അതേപോലെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ രീതിയിലേക്ക് ചെയ്യണം. അങ്ങനെ ഒരു സെറ്റ് ഓഫ് പ്രൊസീജിയേഴ്സും അതിനൊക്കെ മാനേജ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സിസ്റ്റം, അതിന് പറ്റുന്ന നല്ല സ്കിൽഡ് ആയിട്ടുള്ള സ്റ്റാഫും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനൊരു ബിസിനസ്സായി നമുക്ക് ചെറിയ രീതിയിൽ പറയാം. അപ്പോൾ ബിസിനസ് ആവുന്ന സമയത്ത് ബിസിനസ് ഓണർ ഇല്ലാന്നുണ്ടെങ്കിലും അവിടെ ഒരു വെൽ സിസ്റ്റംസും പ്രൊസീജിയേഴ്സും SOPs ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടുത്തെ എല്ലാ കാര്യങ്ങളും നടക്കും. ആൾക്ക് എന്ത് ചെയ്താൽ മതി, ഇതിനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കൺട്രോൾ ചെയ്ത് പോയാൽ മാത്രം മതി. ഇങ്ങനെ ആവുന്ന സമയത്ത് ബിസിനസ് ഓണറെ സംബന്ധിച്ച് ഒന്നും കൂടെ ഫ്രീഡം കിട്ടുകയാണ്. ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂടുതൽ ഇതേ ഇപ്പോൾ ഒരു ബിസിനസ് എന്ത് ചെയ്യുന്നുണ്ട്, ആൾ ഒരു സിസ്റ്റം അവിടെ ക്രിയേറ്റ് ചെയ്തു, സെറ്റ് ഓഫ് പ്രൊസീജിയേഴ്സ് അവിടെ കൊണ്ടുവന്നു, കറക്റ്റ് SOPs ആക്കിയിട്ട് ഓരോ സ്റ്റാഫിനും കറക്റ്റ് കൊടുത്തു. ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ രീതിയിൽ ചെയ്യണം, ഇങ്ങനെ വന്നാൽ ഇന്ന ആളെ വിളിച്ചിട്ട് ഇത് ഇങ്ങനെ ചെയ്യണം, എന്തെങ്കിലും കാര്യം ഉണ്ടായി കഴിഞ്ഞാൽ ഇന്ന രീതിയിൽ റിപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സിസ്റ്റം അവിടെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ബിസിനസ് ഓണർക്ക് മാത്രമുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി ജോബിനെ വെച്ചിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇയാൾക്ക് ഇതേപോലത്തെ ബിസിനസ് അടുത്ത സ്ഥലത്തും പോയിട്ട് തുടങ്ങാൻ പറ്റും. അതായത് ബിസിനസ്സിന് ഗ്രോ ചെയ്യാൻ പറ്റും, വരുന്ന ഇൻകം സ്കെയിൽ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു ജോബ് എടുക്കുന്ന ആളെ സംബന്ധിച്ചും ഒരു സെൽഫ് എംപ്ലോയി ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചും അയാൾക്ക് മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു മാസം ഇത്ര ഏൺ ചെയ്യാൻ പറ്റും. അയാളെ സ്കില്ല്, ഇപ്പോൾ ഒരു സെൽഫ് എംപ്ലോയി ആണെന്നുണ്ടെങ്കിൽ അയാളെ സ്കില്ലോ പിന്നെ ആളെ എക്സ്പീരിയൻസും വെച്ചിട്ട് എത്രയാണോ ഏൺ ചെയ്യാൻ പറ്റുന്നത് അത്രേ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ബിസിനസ്സിൻ്റെ കേസിൽ അങ്ങനെയല്ല. വൺസ് ഒരു സിസ്റ്റം ആൾ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ ട്രാക്കും ഓക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ബിസിനസ് അവിടെ ഗ്രോ ചെയ്തുകൊണ്ടേയിരിക്കും. അവിടെ നമുക്ക് കൂടുതൽ ആളുകളെ വെക്കാം, ബിസിനസ്സിനെ വലുതാക്കാം. പിന്നെ ഇപ്പോൾ ഒരു ചെറിയൊരു പലചരക്ക് കടയാണെന്നുണ്ടെങ്കിൽ അത് ചെറിയൊരു സൂപ്പർ മാർക്കറ്റ് ആക്കിയിട്ട് മാറ്റാം. അതേ ബിസിനസ് എടുത്തിട്ട് വേറെ സ്ഥലത്ത് തുടങ്ങാൻ ജസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റും കുറച്ച് ആളുകളും മാത്രമായി കഴിഞ്ഞാൽ ഈ സെയിം സിസ്റ്റംസ്, സെയിം പ്രൊസീജിയേഴ്സ് അവിടെയും കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ ഇയാൾക്ക് ഏൺ ചെയ്യുന്ന എമൗണ്ട് നേരെ ഡബിൾ ആക്കാനും ട്രിപ്പിൾ ആക്കാനൊക്കെ പറ്റും. അപ്പോൾ ബിസിനസ്സിൻ്റെ കേസിൽ ബിസിനസ് ഗ്രോ ചെയ്തുകൊണ്ടേയിരിക്കും. ഈ ബിസിനസ് ഓണർ അവിടേക്ക് പോയില്ല എന്നുണ്ടെങ്കിലും എല്ലാ കാര്യങ്ങളും നടക്കും. ബിസിനസ് ഓണർ ഇല്ല എന്നുണ്ടെങ്കിലും ആ കാര്യങ്ങൾ നടന്നുകൊണ്ടേയിരിക്കും. ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഇൻകം ആൾക്ക് വന്നുകൊണ്ടേയിരിക്കും. അത് ആളില്ല എന്നുണ്ടെങ്കിലും ഇൻ കേസ് ആളെ കാലം കഴിഞ്ഞ് കഴിഞ്ഞാലും ഈ ബിസിനസ് അവിടെ വളർന്നുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് ജോബും സെൽഫ് എംപ്ലോയ്മെൻറ്റും തമ്മിൽ കമ്പയർ ചെയ്യുന്ന സമയത്ത് ബിസിനസ്സിനുള്ള മാറ്റം. ഈ ഒരു രീതിയിൽ ബിസിനസ് ഓണറെ അഭാവത്തിലും വളർന്നുകൊണ്ടേയിരിക്കുന്ന ഒരു ബിസിനസ്സിനെ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ബിസിനസ് ഓണറെ സംബന്ധിച്ച് ആൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു ഏരിയ. ബിസിനസ്സിൻ്റെ അകത്തൊരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ടാവും, പ്രോസസ്സ് നടക്കുന്നുണ്ടാവും. ഇപ്പോൾ ഒരു പലചരക്കിൻ്റെ കേസിൽ പറയുന്ന പോലെ അവിടെ അരി വാങ്ങണം, അരി വാങ്ങാൻ വരുന്ന ആളുകൾക്ക് അരി കൊടുക്കണം, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അതിലൊന്നും അല്ല ബിസിനസ് ഓണർ ഫോക്കസ് ചെയ്യേണ്ടത്. അത് അവിടുത്തെ സ്റ്റാഫ് ചെയ്തോളും. ആ സ്റ്റാഫിന് വേണ്ട ട്രെയിനിങ് നമ്മൾ കൊടുക്കണം, സെറ്റ് ഓഫ് പ്രൊസീജിയേഴ്സ് നമ്മൾ ഉണ്ടാക്കണം, സിസ്റ്റംസ് ഉണ്ടാക്കണം. ഇതിലായിരിക്കണം ബിസിനസ് ഓണർ ഫോക്കസ് പോകേണ്ട കാര്യം. അപ്പോൾ ഇതിന് ഏറ്റവും ഫസ്റ്റായിട്ട് വേണ്ടത് ബിസിനസ്സിനകത്ത്, നമ്മളെ ബിസിനസ്സിനകത്ത് സെറ്റ് ഓഫ് സിസ്റ്റംസ് കൊണ്ടുവരണം, പ്രൊസീജിയേഴ്സ് കൊണ്ടുവരണം എന്നുള്ളതാണ്. അപ്പോൾ ഇതിലേറ്റവും ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് സിസ്റ്റം എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. എന്താണ് സിസ്റ്റം എന്നുള്ളത് നമ്മൾ ഡീപ്പായിട്ട് മനസ്സിലാക്കണം. അത് കഴിഞ്ഞിട്ട് ഇതെങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യണം, നമ്മുടെ ബിസിനസ്സിൽ എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്നുള്ളത് പഠിക്കണം. ഇപ്പോൾ ഏതൊരു ബിസിനസ് ആണെന്നുണ്ടെങ്കിലും, ഇപ്പോൾ നമ്മളാണെന്നുണ്ടെങ്കിലും തുടങ്ങുന്ന സമയത്ത് നമ്മൾ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഒരു സെൽഫ് എംപ്ലോയ്മെൻറ്റ് മോഡിലാണ് നമ്മളൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിന് ഒറ്റയടിക്ക് നമുക്കിപ്പോൾ ഇതേപോലത്തെ വീഡിയോസും കണ്ടിട്ട് ഒറ്റയടിക്കാണ്ട് സിസ്റ്റാക്കി നേരെ ബിസിനസ് ആക്കിയിട്ട് നാളെ തന്നെ നമുക്ക് അതിന് മാറിക്കാനൊന്നും പറ്റില്ല. സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാക്സിമം ഡെലിഗേറ്റ് ചെയ്യുക. ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്തിട്ട് പാരലലി ഇതുപോലെ നമ്മൾ സിസ്റ്റംസിൽ ഫോക്കസ് ചെയ്യുക, പ്രോസസ്സ് സെറ്റാക്കുക, അവർക്ക് വേണ്ട സ്റ്റാഫിനെ ഹയർ ചെയ്യുക. ആ രീതിയിൽ ബിസിനസ്സിന് ബിൽഡ് ചെയ്ത് വരികയാണ് ചെയ്യുക. ബിസിനസ് ഓണറെ സംബന്ധിച്ച് ബിസിനസ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് ആൾ ഫോക്കസ് ചെയ്യേണ്ട ഏരിയ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ബിസിനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ടാവും, ബിസിനസ്സിൻ്റെ ഉള്ളിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ടാവും. അതൊന്നുമല്ല ബിസിനസ് ഓണർ ഫോക്കസ് ചെയ്യേണ്ടത്. ആ കാര്യങ്ങളൊക്കെ അവിടെ അതുപോലെ തന്നെ നടക്കാൻ വേണ്ടിയിട്ടുള്ള സിസ്റ്റംസും കാര്യങ്ങളും പ്രൊസീജിയേഴ്സും എല്ലാം നല്ല രീതിയിൽ ബിൽഡ് ചെയ്യുക, അതിനെ മോണിറ്റർ ചെയ്യുക, അത് വെച്ചിട്ട് ബിസിനസ്സിനെ മാക്സിമം ഒപ്റ്റിമൈസ് ചെയ്യുക. അതിനുശേഷം ഇതിനെ ഒരു ടെക് ഡ്രിവൺ ആക്കി മാറ്റാം. ഒരു ടെക്നോളജി വെച്ചിട്ട് ഈ കാര്യങ്ങളെല്ലാം ഓട്ടോമേറ്റ് ചെയ്ത് നടക്കുന്ന രീതിയിൽ ബിസിനസ്സിനാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ബിസിനസ്സിനെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാനും സ്കെയിൽ ചെയ്യാനും നല്ല രീതിയിൽ പ്രോഫിറ്റ് ഗ്രോ ചെയ്യാനും നമുക്ക് സാധിക്കും.
അപ്പോൾ ഇതിന് ആദ്യം വേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ സിസ്റ്റം എന്താണെന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് വ്യക്തമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതിനുശേഷം ഇതെങ്ങനെ ബിസിനസ്സിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കണം. ശരിക്കും ബിസിനസ്സിൽ സിസ്റ്റം വേണം, പ്രൊസീജിയർ വേണം, SOP വേണം, പോളിസീസ് വേണം എന്നൊക്കെ കേൾക്കുന്ന സമയത്ത് ഇത് വലിയ എന്തോ സംഭവമാണെന്നൊക്കെ നമുക്ക് തോന്നുന്നുണ്ടാവും. പക്ഷെ ഇത് വളരെ മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ചെറിയൊരു A4 ഷീറ്റിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ബിസിനസ്സിലും സിസ്റ്റം കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ നമ്മളെ ബിസിനസ്സിൽ സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിച്ച കുറച്ച് കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ ഒരു ബിസിനസ്സിനകത്ത് സിസ്റ്റം കൊണ്ടുവരാമെന്നുള്ളതും എന്താണ് സിസ്റ്റം എന്നുള്ളതും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അടുത്തൊരു വീഡിയോയിൽ വളരെ ലളിതമായിട്ടുള്ളൊരു രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കാം.